കൊച്ചിയിലെ അതിസുരക്ഷാ മേഖലയിൽ അതിക്രമിച്ചു കടന്ന മാധ്യമപ്രവർത്തകരെല്ലാം മലയാളികളാണ്. ഇവർക്കുമേൽ ചുമത്തിയിരിക്കുന്നത് അതീവ ഗുരുതര വകുപ്പുകൾ. ചാരവൃത്തി ഉൾപ്പെടെ ചുമത്തിയിരിക്കുകയാണ്. 14 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇവരെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഐജിയുടെ നേതൃത്വത്തിലുള്ള ടീം ഇവരെ ചോദ്യം ചെയ്യുകയാണ്. അതിക്രമിച്ചു കടക്കൽ മാത്രമല്ല ഇവരുടെ മേൽ ചുമത്തിയിരിക്കുന്നത്, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വകുപ്പാണ്. അതുകൊണ്ട് തന്നെ കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടാനുള്ള സാധ്യത കുറവാണ്, റിമാൻഡിലാകാനുള്ള സാധ്യത കുറവാണ്. കേരളത്തിൽ നിന്നുള്ള 2 മാധ്യമങ്ങൾ, ഏഷ്യാനെറ്റും മീഡിയ വണ്ണും ഈ ദൃശ്യങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. അതിനുശേഷം അത് നീക്കം ചെയ്യാൻ നിർദ്ദേശം വന്നിരുന്നു. തുടർന്നത് നീക്കം ചെയ്തു. പക്ഷേ അതൊരിക്കലും പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഗുരുതരമായ പിഴവായി തന്നെ തുടരും. ഇത് ശരിക്കും പറഞ്ഞാൽ ശത്രുവിന്റെ കൈകളിൽ ഒരു രാജ്യത്തിന്റെ പ്രതിരോധ രഹസ്യങ്ങൾ, ഒപ്പം നേവിയുടെയും ഇന്ത്യൻ പോർട്ടിന്റെയും രഹസ്യങ്ങളൊക്കെ എത്തിക്കുക എന്നത് എക്കാലവും ഗുരുതരമായ വിഷയം തന്നെയാണ്. ഇതുവരെ ഈ മാധ്യമങ്ങൾക്കെതിരെ കേസ് എടുത്തിട്ടില്ല എങ്കിൽ പോലും ഒന്നിലധികം പരാതികൾ ഏഷ്യാനെറ്റിനെതിരെയൊക്കെ പോലീസിൽ ലഭിച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ പകർത്താൻ കൊച്ചി പോർട്ടിന്റെയും നാവികസേനയുടെയും സുരക്ഷാ നിയമം ലംഘിച്ച് ബ്രേക്കിംഗ് വാർത്ത സൃഷ്ടിക്കാനായിട്ടായിരുന്നു ഈ പത്രപ്രവർത്തകർ ഇറാനിയൻ യുദ്ധക്കപ്പലിന്റെ അടുത്ത് എത്താൻ ശ്രമിച്ചത്. അതിക്രമിച്ച് കടക്കുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യുമെന്ന് 3 ഭാഷകളിൽ എഴുതി വെച്ചിരുന്നു. പക്ഷെ തങ്ങൾക്ക് ഒരു നിയമം ബാധകമല്ല എന്ന രീതിയിലും തങ്ങൾ മാധ്യമപ്രവർത്തകരാണ് എന്ന അഹങ്കാരത്തോടെയും അതിക്രമിച്ച് കയറിയവരാണ് ഇപ്പോൾ പെട്ടിരിക്കുന്നത്. ഫോട്ടോ എടുക്കാൻ ശ്രമിച്ച മുഴുവൻ പേരെയും CASF പിടികൂടി. ഇവരെ മോചിപ്പിക്കാൻ ചാനൽ മാനേജ്മെന്റുകൾ നേരിട്ട് കേരള സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തിയിരുന്നു. എങ്കിലും കേരള സർക്കാരിന് കേന്ദ്ര വ്യവസായ സേനയിൽ നിയന്ത്രണം ഇല്ലാത്തതിനാൽ മാധ്യമ സ്ഥാപന ഉടമകൾ BJP നേതാക്കളെ ബന്ധപ്പെട്ട് മോചന ശ്രമം നടത്തിവരികയാണ് എന്നും കേൾക്കുന്നുണ്ട്. ഇതിനു മുൻപ് ഇതേ കപ്പലിന്റെ ചിത്രമെടുത്ത റിപ്പബ്ലിക് TV റിപ്പോർട്ടർ ശങ്കർ, ക്യാമറാമാൻ മണി എന്നിവരെയും ഇവർ സഞ്ചരിച്ച ബോട്ടിന്റെ ഡ്രൈവറായ രാധാകൃഷ്ണനെയും കൊച്ചി പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കപ്പലിന്റെ ദൃശ്യം ആരും പകർത്തരുത് എന്ന് വിലക്ക് ലംഘിച്ചാൽ അറസ്റ്റ് ചെയ്യുമെന്നും കൊച്ചി പോലീസ് അറിയിച്ചിരുന്നു. ദേശീയ സുരക്ഷയെ ബാധിക്കുന്ന വിഷയമാണ്, അതുകൊണ്ട് തന്നെ കടുത്ത നടപടികൾക്ക് വിധേയമാകേണ്ടി വരുമെന്നും പോലീസിന്റെ മുന്നറിയിപ്പുണ്ടായിരുന്നു. 2 മാധ്യമപ്രവർത്തകരും ബോട്ട് ഡ്രൈവറും ഉൾപ്പെടെ 3 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. റിപ്പബ്ലിക് TVയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടർ ശങ്കർ, ക്യാമറാമാൻ മണി, ബോട്ട് ഡ്രൈവർ വിജയകുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം രാവിലെയോടെയാണ് സംഭവം നടന്നത്. കൊച്ചി തീരത്ത് അതീവ സുരക്ഷാ മേഖലയെ പ്രഖ്യാപിച്ചിരുന്ന പ്രദേശത്ത് നങ്കൂരമിട്ടിരുന്ന ഇറാനിയൻ നാവികസേനയുടെ IRIS ലവാൻ എന്ന കപ്പലിന് സമീപത്തേക്ക് ഒരു ബോട്ടിൽ മാധ്യമ പ്രവർത്തകർ എത്തിയതായിരുന്നു. അസാധാരണമായ ഒരു ബോട്ട് കപ്പലിന് അടുത്തേക്ക് എത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ അവിടെ ഉണ്ടായിരുന്ന CASF ഉദ്യോഗസ്ഥർ ബോട്ട് തടഞ്ഞു നിർത്തി. തുടർന്ന് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്ത ശേഷം ഹാർബർ പോലീസിന് കൈമാറുകയായിരുന്നു. ഹാർബർ പോലീസ് ഇവർക്കെതിരെ ഒഫീഷ്യൽ സീക്രട്സ് ആക്ട് പ്രകാരമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതീവ സുരക്ഷാ മേഖലയിലേക്ക് അനധികൃതമായി കടന്നു കയറിയതിനും സുരക്ഷാ മാനദണ്ഡങ്ങൾ ലംഘിച്ചതിനുമാണ് കേസെടുത്തത്. ഇവർ പകർത്തിയ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിരുന്നു. ഇതിനിടെ ഇറാനിയൻ കപ്പലിന്റെ ദൃശ്യങ്ങൾ പകർത്തരുത് എന്ന് പൊതുജനങ്ങൾക്കും മാധ്യമങ്ങൾക്കും പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ആരെങ്കിലും ദൃശ്യങ്ങൾ പകർത്തിയിട്ടുണ്ടെങ്കിൽ അത് നശിപ്പിക്കണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദേശീയ സുരക്ഷയെ ബാധിക്കാവുന്ന വിഷയമായതിനാൽ ഇത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ വീണ്ടും ആവർത്തിച്ചാൽ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. കൊച്ചി തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന ഇറാനിയൻ കപ്പലുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. ഇറാനിയൻ നാവികസേനയുടെ IRIS ലവാൻ എന്ന കപ്പലിന് കേന്ദ്ര സർക്കാർ അഭയം നൽകിയിരുന്നു. കഴിഞ്ഞ മാസം ഫെബ്രുവരി 28-നാണ് കപ്പൽ കൊച്ചി തീരത്തെത്താൻ അനുമതി ആവശ്യപ്പെട്ടത്. തുടർന്ന് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെയാണ് കപ്പലിന് ഇന്ത്യൻ തീരത്ത് അഭയം ലഭിച്ചത്. എന്നാൽ സുരക്ഷാ കാരണങ്ങൾ ഈ വിവരം പുറത്തുവിടാതെ വെച്ചിരുന്നതാണ്. ലഭ്യമായ വിവരങ്ങൾ പ്രകാരം വിശാഖപട്ടണത്തിൽ നടന്ന ഒരു പരിശീലന പരിപാടിയുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിന്ന് 3 കപ്പലുകൾ ഇന്ത്യയിൽ എത്തിയിരുന്നു. അവയിൽ ഒന്നായിരുന്നു IRIS ലവാൻ. ഇതോടൊപ്പം എത്തിയ മറ്റൊരു കപ്പലായ IRIS ദേന അമേരിക്കൻ അന്തർവാഹിനിയുടെ ടോർപീഡോ ആക്രമണത്തിൽ തകർന്നതായും റിപ്പോർട്ടുകളുണ്ട്. IRIS ലവാൻ കപ്പലിൽ 183 നാവികരാണ് ഉണ്ടായിരുന്നത്. ഇവർക്കാണ് ഇന്ത്യൻ നാവികസേന സംരക്ഷണവും സഹായവും നൽകിയത്. കപ്പൽ നിലവിൽ കൊച്ചി തീരത്തുണ്ട്. എന്നാൽ അത് കൃത്യമായി ഏത് സ്ഥലത്താണ് നങ്കൂരമിട്ടിരിക്കുന്നത് എന്ന വിവരം സുരക്ഷാ കാരണങ്ങളാൽ പുറത്തുവിട്ടിട്ടില്ല. മാർച്ച് 1-നാണ് കപ്പൽ കൊച്ചി തീരത്തേക്ക് അടുപ്പിക്കാൻ അനുമതി നൽകിയതെന്നാണ് വിവരങ്ങൾ. ചില സാഹചര്യങ്ങൾ മൂലം അന്നേ ദിവസം കപ്പലിന് എത്തിച്ചേരാൻ സാധിച്ചില്ല. മാർച്ച് 4-നാണ് കൊച്ചി കപ്പൽ തീരത്ത് കപ്പൽ എത്തിയത്. പിന്നീട് ബുഷാർ എന്ന മറ്റൊരു കപ്പലുണ്ടായിരുന്നു. ബുഷാർ പിന്നീട് ശ്രീലങ്കയിലെ കൊളംബോ തീരത്തേക്ക് പോവുകയും അവിടെ നങ്കൂരമിട്ടതും ഇട്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. എന്തായാലും ഇറാനിയൻ കപ്പലിന് ഇപ്പോൾ ഇന്ത്യൻ നാവികസേനയും കോസ്റ്റ് ഗാർഡും ചേർന്ന് കർശന സുരക്ഷ ഒരുക്കിയിരിക്കുകയാണ്. രാജ്യസുരക്ഷയും അന്താരാഷ്ട്ര ബന്ധങ്ങളെയും ബാധിക്കാവുന്ന വിഷയമായതിനാൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ അധികൃതർ തയ്യാറല്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.